റവാഡ ചന്ദ്രശേഖർ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ചുമതലയേൽക്കുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ദേവിക, സംസ്ഥാനത്തെ 41ാമത് DGP ആയിട്ട് തെലങ്കാന സ്വദേശി റവാഡ ചന്ദ്രശേഖർ അല്പസമയത്തിനകം ചുമതലയേൽക്കും. അദ്ദേഹം പോലീസ് മേധാവി ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 7-നും 7:10-നും ഇടയിലാണ് അദ്ദേഹം പുതിയ സ്ഥാനത്തേക്ക് എത്തുന്നത്. DGP H. വെങ്കടേഷ് ബാറ്റൺ കൈമാറിക്കൊണ്ട് അദ്ദേഹത്തിനെ പുതിയ അധികാര സ്ഥാനത്തേക്ക് എത്തിക്കുന്നു. നമുക്കറിയാം, വലിയ വിവാദങ്ങൾക്കും വലിയ ചർച്ചകൾക്കും ഒടുവിലാണ് സംസ്ഥാനത്തെ 41ാമത് DGP സ്ഥാനത്തേക്ക് റവാഡ ചന്ദ്രശേഖർ എത്തുന്നത്. റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥരാണ് റവാഡ ചന്ദ്രശേഖർ. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ കണ്ണൂർ SP ആയിട്ട് ജോലി ചെയ്തിരുന്നു. ആ സമയത്താണ് 1994 ഏറെ വിവാദമായിട്ടുള്ള വെടിവെപ്പ് നടക്കുന്നത്. ആ സമയത്ത് അന്വേഷണം പ്രഖ്യാപിച്ചതിലൊക്കെ CPM-ന് വലിയ രീതിയിലുള്ളൊരു എതിർപ്പൊക്കെ SP ഉദ്യോഗസ്ഥരുമായിട്ട് അല്ലെങ്കിൽ റവാഡ ചന്ദ്രശേഖരനുമായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കേന്ദ്ര സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത്. ഡൽഹിയിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്ന സമയത്തും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ അദ്ദേഹം നല്ല ബന്ധം പുലർത്തിയിട്ടിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ വരുന്ന നിതിൻ അഗർവാളിനെ പിന്തള്ളിക്കൊണ്ടാണ് റവാഡ ചന്ദ്രശേഖർ പ്രഥമ സ്ഥാനത്തേക്ക് വരുന്നത്. മേധാവി കൂടിയായിട്ടുള്ള യോഗേഷ് ഗുപ്ത സംസ്ഥാന സർക്കാരുമായിട്ട് അത്ര നല്ല സ്വരചേർച്ച അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നില്ല. സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും തമിഴ്നാട്, കേരളം, അതോടൊപ്പം കർണാടക, ഈ 3 സംസ്ഥാനത്തും ഒരേ സമയത്താണ് ഇത്തരത്തിൽ DGP-യെ തിരഞ്ഞെടുക്കുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിലും DGP-യെ തിരഞ്ഞെടുക്കുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടലെടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 41 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടൊക്കെ ഈ കേരളത്തിൽ ഇത്തരത്തിൽ DGP-യെ തിരഞ്ഞെടുക്കുന്നതിൽ അത് സുപ്രീം കോടതിയുടെ മാനങ്ങൾ മാനിച്ചുകൊണ്ടും ഉത്തരവുകൾ പാലിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ DGP-യെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ കേരളം ഈ പട്ടിക കൊടുക്കുന്നതിലൊക്കെ കൃത്യനിഷ്ഠത പാലിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2 ആഴ്ചകൾക്ക് മുന്നേ റവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. ആദ്യത്തെ ഔദ്യോഗിക പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് കണ്ണൂരാണ്. 7:10-ന് അദ്ദേഹം അധികാര ചുമതല ഏറ്റതിനു ശേഷം ഇവിടെ നിന്നും പിന്നീട് പോകുന്നത് കണ്ണൂരേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റവാഡ ചന്ദ്രശേഖരുമായിട്ടുള്ള വിവാദങ്ങളും അതോടൊപ്പം തന്നെ ഈ വിവാദങ്ങളൊക്കെ ഉടലെടുക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. 1994-ലെ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ, അതിനുശേഷം രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അന്വേഷണ റിപ്പോർട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉടലെടുന്നൊരു സമയമാണ്. ഇന്നും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇത്തരത്തിൽ റവാഡ ചന്ദ്രശേഖരനെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ എതിർപ്പ് അറിയിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാർട്ടിയിൽ ഇതിനോടകം തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ റവാഡയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് കണ്ണൂർ ലോബിയുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുന്നത്. ഈ വിമർശനങ്ങളൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിനിടയിലാണ് ഇത്തരത്തിൽ റവാഡ സംസ്ഥാനത്തെ പോലീസ് മേധാവിയായിട്ട് ചുമതലയേൽക്കുന്നത്. 2023-ലാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ DGP സ്ഥാനത്തേക്ക് വരുന്നത്. 2 വർഷമായിരുന്നു കാലാവധി. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും വിരമിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് 91 ബാച്ചിലെ റവാഡ ചന്ദ്രശേഖർ DGP സ്ഥാനത്തേക്ക് വരുന്നത്. പുറത്തുനിന്നും മനോജ് എബ്രഹാമിനെയും പരിഗണിച്ചിരുന്നു. പക്ഷേ പ്രധാനമായിട്ടും 3 പേരായിരുന്നു പട്ടികയിലുള്ളത്. ഈ റവാഡ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ, അതുപോലെ തന്നെ യോഗേഷ് ഗുപ്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് അത്ര നല്ല രീതിയിലല്ല, അത്രയ്ക്ക് സ്വരച്ചേർച്ചയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്പസമയത്തിനകം H. വെങ്കടേഷിൻ്റെ കയ്യിൽ നിന്നും ബാറ്റൺ വാങ്ങിക്കൊണ്ട് അദ്ദേഹം സംസ്ഥാനത്തെ 41ാമത് DGP ആയിട്ട് അധികാരത്തിലേക്ക് വരും. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ ചടങ്ങുണ്ട്. പിന്നെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക്, ഈ DGP ഓഫീസിനകത്ത് തന്നെ വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സ്മരിച്ചുകൊണ്ടുള്ള രക്തസാക്ഷി മണ്ഡപമുണ്ട്. അവിടെ പുഷ്പാർച്ചന ചെയ്യും. അപ്പോൾ അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലേക്ക് പങ്കെടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി ഇന്ന് ചുമതലയേൽക്കുകയാണ്. 7-നും 7:10-നും ഇടയിലാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് റവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദേവിക. ശരി ടിൻഡു, എന്തായാലും റവാഡ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവിയായി ചുമതല ഏറ്റിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, CPM-നുള്ളിൽ തന്നെ ഭിന്നത രൂക്ഷമാകുന്ന
ഒരു സാഹചര്യവും കൂടിയുണ്ട്. പക്ഷെ അതിലേക്കെല്ലാം വരാൻ പുതിയ DGP ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. അതോടൊപ്പം തന്നെ അദ്ദേഹം കണ്ണൂരിലേക്ക് ഇന്ന് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പരിപാടി കണ്ണൂരിലാണ്. അദ്ദേഹം ചുമതലയേറ്റ് മറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിലേക്ക് തിരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ടിൻറ്റു, എപ്പോഴായിരിക്കും അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിക്കുക? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പരിപാടി നടക്കുന്നത് കണ്ണൂരിലാണ്. തീർച്ചയായിട്ടും ദേവിക, ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത്. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഇത്തരത്തിൽ DGP ആയിട്ട് ചുമതലയേൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റവാഡ ചന്ദ്രശേഖരുമായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉടലെടുക്കുന്നത് 1994 കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഔദ്യോഗിക പരിപാടി അവിടെ തന്നെ നിശ്ചയിച്ചിരിക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ പശ്ചാത്തലം, അതിലൊരു രാഷ്ട്രീയ മാനങ്ങളുമൊക്കെ തുറക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇന്നലെ P. ജയരാജൻ വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള IPS ഉദ്യോഗസ്ഥന്മാർ പോലീസ് CPM-ഉമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ലായ്മയിൽ തുടർന്നിട്ടുണ്ട്. അതിലൊക്കെ സംയോജിതമായിട്ടുള്ള നിലപാടുകളും CPM സ്വീകരിച്ചിട്ടുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്, അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ, അതൊക്കെ സർക്കാർ പാലിച്ചിരിക്കണമെന്ന് പറയുമ്പോഴും അതൊരു വിമർശനത്തിൻ്റെ, അതൊരു സ്വരച്ചേർച്ചയില്ലായ്മയുടെ കൂടി ഭാഷയായിട്ട് നമുക്കത് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും. ഈ UPSC തീരുമാനിച്ച അല്ലെങ്കിൽ UPSC തയ്യാറാക്കിയ 3 അംഗ ചുരുക്കപ്പട്ടികയിൽ 2ാം പേരുകനായിരുന്നു റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അതിൽ തീരുമാനമെടുക്കുകയായിരുന്നു. IB സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു റവാഡ ചന്ദ്രശേഖർ. സീനിയോറിറ്റിയും സർവീസ് രേഖകളും IB റിപ്പോർട്ടും കഴിച്ചാണ് ചുരുക്ക പട്ടിക തയ്യാറാക്കുന്നത്. UPSC തയ്യാറാക്കുന്ന പട്ടികയിൽ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ UPSC ഒരു അന്തിമ പട്ടിക തീരുമാനിക്കും. ആ അന്തിമ പട്ടികയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലയെടുക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പെഷ്യൽ ഉത്തരവുകൾ പ്രകാരം, സുപ്രീം കോടതിയിലെ സ്പെഷ്യൽ ഉത്തരവുകൾ പ്രകാരം 1 വർഷത്തെ കാലാവധി 2 വർഷമായിട്ട് നീട്ടി നൽകാനും ഈ സാഹചര്യത്തിൽ കഴിയും. അതിനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റവാഡ ചന്ദ്രശേഖർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടർന്ന പോലെ 2 വർഷം, ഇത്തരത്തിൽ 2 വർഷ കാലയളവിൽ സംസ്ഥാന പോലീസ് മേധാവിയായി തുടരുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. യോഗേഷ് ഗുപ്ത ഈ സ്ഥാനത്തേക്ക് വരുന്നത് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സംസ്ഥാന സർക്കാരുമായിട്ട് അത്ര നല്ല രീതിയിലല്ലാത്തതുകൊണ്ട് യോഗേഷ് ഗുപ്തയെ പരിഗണിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും 1991 ബാച്ചിലെ റവാഡ ചന്ദ്രശേഖർ രാഷ്ട്രീയവുമായിട്ട് ഒരുപാട് വിവാദങ്ങളിലൊക്കെ ഉടലെടുത്ത് കിടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്നിപ്പോൾ 41ാമത് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് അല്പസമയം മുമ്പ് ചുമതലയേറ്റത്. ഇവിടെ എത്തി DGP H. വെങ്കടേഷാണ് അദ്ദേഹത്തിന് ഈ ബാറ്റൺ കൈമാറുന്നത്. അതിനുശേഷം അദ്ദേഹം രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചതിന് ശേഷം ഏതാണ്ട് 8:30 കൂടി മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പുതിയ പോലീസ് മേധാവി, അതായത് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ശേഷം പുതിയ പോലീസ് മേധാവിയായിട്ട് റവാഡ ചന്ദ്രശേഖർ പോലീസ് ആസ്ഥാനത്ത് ചുമതലയേറ്റിരിക്കുകയാണ്. ആദ്യ ഔദ്യോഗിക പരിപാടി രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുള്ള, രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടുത്തിട്ടുള്ള കണ്ണൂരാണ്. അപ്പോൾ അദ്ദേഹം ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ ചടങ്ങിന് ശേഷം ഔദ്യോഗികമായിട്ടുള്ള ഈ സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം കണ്ണൂരേക്ക് മടങ്ങുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെയായിരിക്കും ആദ്യ പരിപാടി. ഇന്നലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഇഷ്ടക്കേടുകൾ അറിയിച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ പ്രധാന നേതാവ് കൂടിയായിട്ടുള്ള, കണ്ണൂർ ലോബിയുടെ പ്രധാന ഭാഗമായിട്ടുള്ള P. ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അത് തുടർന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ CPM-നകത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ റവാഡ ചന്ദ്രശേഖരനെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ഇഷ്ടക്കേടുകൾ എങ്ങനെയാണെന്ന് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ദേവിക. ശരി, സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. ADGP H. വെങ്കടേഷ് പുതിയ പോലീസ് മേധാവിക്ക് ബാറ്റൺ കൈമാറി. അതേസമയം റവാഡ ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തതിൽ ചില ഭിന്നതകളെല്ലാം CPM-ൽ രൂക്ഷമാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് അദ്ദേഹം കണ്ണൂരിലാണ് ആദ്യമായ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനായി, ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യ ഔദ്യോഗിക പരിപാടിക്കായി കണ്ണൂരിലേക്ക് അദ്ദേഹം തിരിക്കുകയാണ്. അദ്ദേഹം ചുമതല ഏറ്റുകഴിഞ്ഞു. ടിൻറ്റു ദാസാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.